Hi all. CS 306 Computer Networks Module 5 അതിലെ BOOTP എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി എന്താണ് ARP, RARP എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ലെയറിലുള്ള പ്രോട്ടോക്കോളാണ്. അതേപോലെ RARP എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോളാണ്. ബട്ട് ഈ ARPയും RARP ഉപയോഗിച്ചിട്ട് ARP ഉപയോഗിച്ച് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും, RARP ഉപയോഗിച്ച് നമുക്ക് ലോജിക്കൽ അഡ്രസ്സ് കിട്ടും. പക്ഷേ ഒരു ഡിസ്ക്ലെസ് കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിൽ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് ലോജിക്കൽ അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് എന്നതിനേക്കാൾ കൂടുതൽ അത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്റ്റിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. ARPക്കോ RARPക്കോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ARPക്ക് ആകെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക ഫിസിക്കൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, RARPക്ക് ലോജിക്കൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഹോസ്റ്റിന് ഈ ഒരു ലോജിക്കൽ അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമായിട്ട് വരും. ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് BOOTP എന്ന് പറയുന്നത്. ഈ BOOTP ഉപയോഗിച്ചിട്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ലൈക്ക് സബ്നെറ്റ് മാസ്ക്, IP അഡ്രസ് ഓഫ് ദ റൂട്ടർ, IP അഡ്രസ് ഓഫ് ദ നെയിം സെർവർ, എക്സെട്ര. ഓക്കെ, സോ ദാറ്റ് ഈസ് BOOTP. ദെൻ BOOTP ഓപ്പറേഷൻ. BOOTP ഓപ്പറേഷനും നേരത്തെ പറഞ്ഞ ARP RARP ഓപ്പറേഷനുമായിട്ട് സിമിലർ ആണ്. ആക്ച്വലി BOOTP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് മെക്കാനിസം തന്നെയാണ്. BOOTP ഏതെങ്കിലും ആ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ഹോസ്റ്റിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ BOOTP റിക്വസ്റ്റ് മെസ്സേജ് അയക്കും. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകൾക്കും ആ ഒരു റിക്വസ്റ്റ് മെസ്സേജ് കിട്ടും. ഇൻറ്റൻഡഡ് യൂസർ ഒഴികെ ബാക്കി എല്ലാവരും ആ മെസ്സേജിനെ ഡിസ്കാർഡ് ചെയ്യും. ഇൻറ്റൻഡഡ് യൂസർ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് BOOTP റിപ്ലൈ മെസ്സേജ് കൊടുക്കും. ആ റിപ്ലൈ മെസ്സേജ് എന്ന് പറയുന്നത് യൂണികാസ്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് BOOTP വർക്ക് ചെയ്യുന്നത്. ഇനി BOOTPയുടെ മെസ്സേജ് ഫോർമാറ്റ് നോക്കാം. BOOTPയുടെ മെസ്സേജ് ഫോർമാറ്റാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. BOOTP മെസ്സേജിൻ്റെ അകത്തുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീൽഡുകൾ: ഒന്ന് ഓപ്പറേഷൻ, ഹാർഡ്വെയർ ടൈപ്പ്, ഹാർഡ്വെയർ ലെങ്ത്, ഹോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോപ്സ്, ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ, സെക്കൻഡ്സ് ലാപ്സ്ഡ്, then there is an unused space, client IP address, your IP address, server IP address, router IP address, client hardware address, server host name, boot file name and vendor specific area. ഈ BOOTP മെസ്സേജ് ഒരു 32 ബൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് ഫോർമാറ്റാണ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻ നമുക്ക് എന്താണെന്ന് ഓൾറെഡി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. കാരണം ARPയുടെയും RARPയുടെയും കേസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ 1 അല്ലെങ്കിൽ 2 എന്നുള്ള വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. 1 ആണെങ്കിൽ BOOTP റിക്വസ്റ്റും 2 ആണെങ്കിൽ BOOTP റിപ്ലൈയും ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഹാർഡ്വെയർ ടൈപ്പ് ആൻഡ് ഹാർഡ്വെയർ ലെങ്ത്. ഹാർഡ്വെയർ ടൈപ്പും ഹാർഡ്വെയർ ലെങ്ത്തും ഓൾറെഡി നമ്മൾ ARP RARPയിൽ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. ഹാർഡ്വെയർ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദ അണ്ടർലൈങ് നെറ്റ്വർക്ക് ആണ്. അത് എതർനെറ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ ഹാർഡ്വെയർ അഡ്രസ് ലെങ്ത്, ആ ഒരു ഹാർഡ്വെയറിൻ്റെ അഡ്രസ്സിൻ്റെ ലെങ്ത് എത്രയാണ്. ഓക്കെ, എതർനെറ്റ് ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു അത് 6 ആയിരുന്നു. ഓക്കെ, ദെൻ ഹോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോപ്സ്. നമ്പർ ഓഫ് ഹോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഈ ഒരു റിക്വസ്റ്റ് എത്തുമ്പോഴേക്കും എത്ര നമ്പർ ഓഫ് റൂട്ടറിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്പർ ഓഫ് ഹോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇനീഷ്യലി 0 എന്നുള്ള വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓരോ റൂട്ടറിൻ്റെ അടുത്തു നിന്നും എത്തി അത് റൂട്ടർ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോപ്പിൻ്റെ കൗണ്ട് ആ റൂട്ടർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. സോ ഫൈനൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുമ്പോഴേക്കും മനസ്സിലാക്കാം എത്ര റൂട്ടർ വഴിയാണ് ഇത് കടന്നു പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഫീൽഡാണ് ഹോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോപ്സ് എന്ന് പറയുന്നത്. അടുത്ത ഫീൽഡ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ. ഈ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ചുള്ള റിപ്ലൈ വരും. ആ റിപ്ലൈനെ നമ്മൾ റിക്വസ്റ്റുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ. നമുക്കറിയാം ഒരു
ബാങ്കിലെ ട്രാൻസാക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവും. ആ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ഉണ്ടാവും. അത് ആ ട്രാൻസാക്ഷനെ യുണീക്ക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു മിഷൻ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഓരോരുത്തരോടും ചിലപ്പോൾ ഈ ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ റിപ്ലൈ ആ ഒരു റിസീവറിന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വന്ന റിപ്ലൈ ഏത് റിക്വസ്റ്റിൻ്റേതാണ് എന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്. കാരണം പല ഹോസ്റ്റിൽ നിന്ന് പല റിപ്ലൈ വന്നു കഴിഞ്ഞാൽ ഏത് ഹോസ്റ്റിൽ നിന്നാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് സെക്കൻഡ് ഇലാപ്സ്ഡ്. ഈ സെക്കൻഡ് ഇലാപ്സ്ഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സെക്കൻഡ്സ് സിൻസ് ദ ക്ലയൻറ്റ് സ്റ്റാർട്ടഡ് ടു ബൂട്ട്. ഈ ഒരു ഡിവൈസ് ബൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്ര ടൈം ഇലാപ്സ് ആയി എന്ന് കാണിക്കുന്ന ഫീൽഡാണ് സെക്കൻഡ് ഫീൽഡ്. ഓക്കെ, ദെൻ ക്ലയൻറ്റ് ഐ പി അഡ്രസ്. ക്ലയൻറ്റ് ഐ പി അഡ്രസ് മീൻസ് ആ സെൻഡ് ചെയ്യുന്ന ഡിവൈസിൻ്റെ ഐ പി അഡ്രസ്. യുവർ ഐ പി അഡ്രസ്. യുവർ ഐ പി അഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ആ ഒരു ക്ലയൻറ്റിന് അതിൻ്റെ ഐ പി അഡ്രസ്സ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് സെർവറിനോട് റിക്വസ്റ്റ് ചെയ്ത് സെർവറിൻ്റെ അകത്തു നിന്ന് ഐ പി അഡ്രസ്സ് ഇന്നതാണ് നിങ്ങളുടെ ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കും. അങ്ങനെ സെർവറിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ ഐ പി അഡ്രസ്സുള്ള ഫീൽഡാണ് യുവർ ഐ പി അഡ്രസ്. ഓക്കെ, ദെൻ ബൂട്ട് ഫയൽ നെയിം. ബൂട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് റിക്വസ്റ്റിൻ്റെ അകത്ത് ഇപ്പം ഫയൽ നെയിം ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് യൂസ് ചെയ്ത ബൂട്ട് ഫയലിൻ്റെ പേരെന്താണ് അതാണ് അറിയേണ്ടത്. സോ ഇപ്പോൾ യുനിക്സ് ആണ് എന്നുള്ള കാര്യം അറിയായിരിക്കും. സോ റിക്വസ്റ്റിൻ്റെ അകത്ത് ആ യുനിക്സ് എന്നുള്ള കാര്യമാണ് വെക്കുന്നതെങ്കിൽ റെസ്പോൺസിൻ്റെ അകത്ത് ആ ബൂട്ട് ഫയലിൻ്റെ കംപ്ലീറ്റ് നെയിം ഇൻഫർമേഷൻ ആ ഒരു റിപ്ലൈയിൽ ഉണ്ടാവും. ദെൻ വെണ്ടർ സ്പെസിഫിക് ഏരിയ. വെണ്ടർ സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ആ ഒരു വെണ്ടർ സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവുക. ഒരു ജനറൽ പർപ്പസ് ഇൻഫർമേഷൻ പോലെ ഏത് മാനുഫാക്ചറാണ് എന്ത് ടൈപ്പാണ് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് വെണ്ടർ സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവുക. ദെൻ എക്സ്ട്രാ വരുന്നതാണ് റൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സ്, ക്ലയൻറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ്, സെർവറിൻ്റെ ഹോസ്റ്റ് നെയിം. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും ഈ ഒരു ബൂട്ട് പി മെസ്സേജിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബൂട്ട് പി മെസ്സേജ് ഫോർമാറ്റ് ഇതും വരച്ച് തന്നെ പഠിക്കുക. കാരണം ഇതും എക്സാമിന് വരക്കാൻ വേണ്ടി ചോദിക്കും. സോ ഇതിൻ്റെ ഓരോ ഫീൽഡും മനസ്സിലാക്കുക. 32 ബൈറ്റ് പാക്കറ്റ് ഫോർമാറ്റാണ്, മെസ്സേജ് ഫോർമാറ്റാണ്. അതിനകത്തുള്ള ഓരോ ഫീൽഡ്, ഓപ്പറേഷൻ ഫീൽഡ് 1, 2 റിക്വസ്റ്റ് റിപ്ലൈ, ഹാർഡ്വെയർ ടൈപ്പ്, ഹാർഡ്വെയറിൻ്റെ ലെങ്ത്ത്, നമ്പർ ഓഫ് ഹോപ്സ്, എത്ര ഹോപ്സ് വഴിയാണ് ഇത് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നത്, ഓരോ ട്രാൻസാക്ഷനെയും മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ, സെക്കൻഡ് ഇലാപ്സ്ഡ്, ക്ലയൻറ്റ് ഐ പി അഡ്രസ്, സെർവർ റിട്ടേൺ ചെയ്യുന്ന ഐ പി അഡ്രസ്സാണ് യുവർ ഐ പി അഡ്രസ്, സെർവറിൻ്റെ ഐ പി അഡ്രസ്സ്, റൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സ്, ക്ലയൻറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്, സെർവറിൻ്റെ ഹോസ്റ്റ് നെയിം, ബൂട്ട് ഫയൽ നെയിം ആൻഡ് മാനുഫാക്ചർ അല്ലെങ്കിൽ വെണ്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബൂട്ട് പി. സോ വാട്ട് ഈസ് ബൂട്ട് പി? What are the advantages of BOOTP compared to ARP and RIRP? BOOTP operation, broadcast and unicast, BOOTP message format and its explanation. Okay, thank you.